എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ഉച്ച സമയത്ത് ചോറിനുള്ളതൊക്കെ തയ്യാറെടുപ്പായിരിക്കും. എല്ലാവർക്കും ആദ്യമേ എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകളെ. പിന്നെ വേറെ എന്തുവാ, എല്ലാവരും ഇന്ന് ജോലിയൊന്നും ഒത്തിരി പേർക്ക് കാണത്തില്ലായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് തൊഴിലുറപ്പില്ലായിരുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊന്നും ജോലി കാണത്തില്ല. പിന്നെ എല്ലാവരും നല്ല രീതിയിലൊക്കെ ഇരിക്കുന്നു. മഴയൊക്കെ അല്ലായിരുന്നു രാവിലെ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? നമുക്ക് ചോറുണ്ണാവേ. നമുക്ക് ചോറെടുത്തേക്കാവേ. ചോറെടുക്കുവാണേ. ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആ, ഒരു കുഞ്ഞിന്റെ ഒരു മോടെ ബർത്ത്ഡേ ആണ്. അത് ഇന്നലെ കമന്റ് ഇട്ട, പേരൊന്നും കമന്റ് ഇട്ടില്ല. കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ മോടെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല മോളായിട്ട് വളരട്ടെ. പിന്നെ ബാക്കി കുറേ പേർക്ക് ഹായ് പറയാൻ പറഞ്ഞു. പേരൊന്നും എല്ലാവരും, പിന്നെ അംഗനവാടിയിലെ ടീച്ചർ ഇന്നും പറഞ്ഞേക്കുന്നു അവർക്ക് ഹായ് വേണമെന്ന്. ഹായ് പേരെല്ലാം ഓർത്തിരിക്കുന്നില്ല. അവൾ പറഞ്ഞു തരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഫോണല്ല മോടെ ഫോണല്ലേ. എനിക്കത് എന്താ, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ നിങ്ങൾക്ക് ഹായ് പറയാൻ വേണ്ടി മാത്രം മാറ്റി വെക്കും. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോട്ടോ ഇടാം. അതിൻ്റെ താഴെ ഹായ് വേണ്ടവരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അവർക്കെല്ലാം ഹായ് തരും. അന്നേരം ചോറെടുത്ത് ഇന്നലെ നമുക്ക് അച്ഛൻ ഇന്നലത്തെ ചൂര മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ചെറിയ ചൂര, അത് കറി വെച്ചു. അത് വിളമ്പാം. ഇന്നലെ രാത്രിയിൽ വെച്ചതാട്ടോ. നല്ല സൂപ്പർ ചൂരക്കറിയാണ്. ചൂരക്കറി വെച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ അധികമായ കറികളൊന്നും വെട്ടിക്കൂട്ടി വെച്ചില്ല. ഇന്നത് ചീര അവിയൽ വെച്ചു. ചുമന്ന ചീരയും ചക്കക്കുരുവും കൂടെ അവിയൽ വെച്ചു. അത് പിന്നെ ഇന്നലത്തെ തീയൽ ഇരിപ്പുണ്ട്, മോരുകറി ഇരിപ്പുണ്ട്, പപ്പടം ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ഒത്തിരി വേണ്ടല്ലോ ഇന്ന്. അതുകൊണ്ട് അധികം കറികളൊന്നും വെച്ചിട്ടില്ല. ഇത്രയും കറിയൊക്കെ ഉള്ളൂ. ഇന്നതേ മീനും നമുക്ക് ചീര അവിയലുള്ളൂ. പിന്നെ മോരൊക്കെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ളവർ ഒഴിച്ചെടുത്തുള്ളൂ. ഞാൻ ഇന്ന് വെച്ചത് ഈ കറിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓടി വായോ ചോറിനാം.